2024 ലോഗോസ് ക്യൂസിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള 34-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. ഒന്നാമത്തെ ചോദ്യം, ആരുടെ പ്രതീക്ഷകളാണ് വ്യർത്ഥവും നിരർത്ഥകവുമാണെന്ന് പറയുന്നത്? ഉത്തരം, അവിവേകിയുടെ. സ്വപ്നങ്ങൾ ആർക്കാണ് ചിറകു നൽകുന്നത്? ഉത്തരം, ബോഷന്മാർക്ക്. ആരെയാണ് നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ് എന്ന് പറയുന്നത്? ഉത്തരം, സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവനെ. സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ എന്തുമാത്രമാണ് എന്നാണ് പറയുന്നത്? ഉത്തരം, പ്രതിച്ഛായ. പ്രഭാഷകൻ 34-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്ന വിപരീത പദങ്ങൾ ഏതെല്ലാം? ഉത്തരം, ശുദ്ധി, അശുദ്ധി, സത്യം, അസത്യം. ഗർഭിണിയുടെ ഭാവന പോലെ എന്തെല്ലാമാണ് മിഥ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ശകുനം, നിമിത്തം, സ്വപ്നം. എന്തല്ലെങ്കിൽ ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെ അവഗണിക്കാനാണ് പറയുന്നത്? ഉത്തരം, അത്യുന്നതനിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ. സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അവയിൽ ആശ്രയിച്ചവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം, പരാജയപ്പെട്ടിട്ടുണ്ട്. സത്യസന്ധമായ ചുണ്ടുകളിൽ എന്തിന് പൂർണ്ണത ലഭിക്കുന്നു? ഉത്തരം, വിജ്ഞാനത്തിന്. ആരാണ് വളരെ കാര്യങ്ങൾ അറിയുന്നത് എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, വിദ്യാസമ്പന്നൻ. അനുഭവസമ്പന്നൻ എപ്രകാരമാണ് സംസാരിക്കുന്നത്? ഉത്തരം, വിവേകത്തോടെ. അനുഭവജ്ഞാനമില്ലാത്തവന് എന്താണ് കുറയുമെന്ന് പറയുന്നത്? ഉത്തരം, അറിവ്. യാത്ര ചെയ്തിട്ടുള്ളവൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുള്ളതിനാൽ അവൻ എപ്രകാരമുള്ളവനാകുന്നു? ഉത്തരം, കഴിവുറ്റവൻ. പ്രഭാഷകൻ പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കാര്യങ്ങൾ എന്തു ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം, ഗ്രഹിക്കുന്നു. മാരകമായ അപകടങ്ങളിൽപ്പെട്ടപ്പോൾ എന്താണ് രക്ഷിച്ചത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം, അനുഭവജ്ഞാനം. ആരുടെ ജീവൻ നിലനിൽക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം, ദൈവഭക്തൻ്റെ. എന്തിലാണ് ദൈവഭക്തൻ്റെ പ്രത്യാശ? ഉത്തരം, രക്ഷകനിലാണ്. അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യാത്തത് ആരാണ്? ഉത്തരം, കർത്താവിനെ ഭയപ്പെടുന്നവൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യാത്തതിന് കാരണം? ഉത്തരം, കർത്താവിലുള്ള പ്രത്യാശ. ദൈവഭക്തൻ്റെ ആത്മാവ് എങ്ങനെയുള്ളതാണ്? ഉത്തരം, അനുഗ്രഹീതമാണ്. ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പും ആരാണ് നൽകുന്നത്? ഉത്തരം, കർത്താവ്. എന്തിനെ ഉത്തേജിപ്പിച്ചാണ് കർത്താവ് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത്? ഉത്തരം, ആത്മാവിനെ. കർത്താവ് എന്തെല്ലാം പ്രദാനം ചെയ്യുന്നു? ഉത്തരം, സൗഖ്യം, ജീവൻ, അനുഗ്രഹം. എന്തിൽ നിന്നുള്ള ബലിയാണ് പങ്കിലമാണെന്ന് പറയുന്നത്? ഉത്തരം, അന്യായ സമ്പത്തിൽ നിന്നുള്ള. ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത്? ഉത്തരം, നിയമനിഷേധകൻ്റെ. ആരുടെ ബലികളിലാണ് അത്യുന്നതൻ പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ചെയ്യാത്തത് എന്നാണ് പറയുന്നത്? ഉത്തരം, ദൈവഭക്തിയില്ലാത്തവൻ്റെ. പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണെന്ന് പറയുന്നത് ആരെയാണ്? ഉത്തരം, ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവനെ. ദരിദ്രൻ്റെ എന്തപഹരിക്കുന്നവൻ കൊലപാതകിയാണെന്നാണ് പറയുന്നത്? ഉത്തരം, ആഹാരം. അയൽക്കാരൻ്റെ എന്തു തടയുന്നവൻ അവനെ കൊല്ലുകയാണ്? ഉത്തരം, ഉപജീവനമാർഗം. വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുമ്പോൾ എന്തുണ്ടാകുമെന്നാണ് പറയുന്നത്? ഉത്തരം, രക്തച്ചൊരിച്ചിൽ. എന്തിനെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും എന്നാണ് പറയുന്നത്? ഉത്തരം, പാപങ്ങളെ.